കർത്താവ് നിങ്ങളോടുകൂടെ, അങ്ങേ ആത്മാവോടും കൂടെ. ലൂക്കായുടെ വിശുദ്ധ സുവിശേഷത്തിൽ നിന്നുള്ള വായന. കർത്താവേ, അങ്ങേക്ക് മഹത്വം. അക്കാലത്ത് യേശു ദേവാലയത്തിൽ പ്രവേശിച്ച് അവിടെ കച്ചവടം നടത്തിക്കൊണ്ടിരുന്നവരെ പുറത്താക്കാൻ തുടങ്ങി. അവൻ അവരോട് പറഞ്ഞു, എൻ്റെ ആലയം പ്രാർത്ഥനാലയം എന്ന് എഴുതപ്പെട്ടിരിക്കുന്നു, നിങ്ങളോ അതിനെ കവർച്ചക്കാരുടെ ഗുഹയാക്കി മാറ്റിയിരിക്കുന്നു. യേശു ദിവസവും ദേവാലയത്തിൽ പഠിപ്പിച്ചിരുന്നു. പുരോഹിത പ്രമുഖന്മാരും നിയമജ്ഞരും ജനപ്രമാണികളും അവനെ നശിപ്പിക്കാൻ മാർഗം അന്വേഷിച്ചു കൊണ്ടിരുന്നു. എന്നാൽ അവർക്ക് അവനെ ഒന്നും ചെയ്യാൻ കഴിഞ്ഞില്ല. കാരണം ജനങ്ങളെല്ലാം അവൻ്റെ വാക്കുകളിൽ മുഴുകി അവനെ വിട്ടുപോകാതെ നിന്നു. കർത്താവിൻ്റെ സുവിശേഷം. ക്രിസ്തുവേ, അങ്ങേക്ക് സ്തുതി. ഈശോമിശിഹായിൽ ഏറ്റവും അധികം സ്നേഹിക്കപ്പെടുന്ന പ്രിയ മാതാപിതാക്കളെ, സഹോദരങ്ങളെ, സംഗീതത്തിലൂടെയും കീർത്തനങ്ങൾ ആലപിച്ചുകൊണ്ടും ദൈവത്തെ സ്തുതിച്ച് ക്രിസ്തുവിന് വേണ്ടി ജീവിച്ച ഒരു വിശുദ്ധയുടെ തിരുനാൾ നമ്മൾ ഇന്ന് ആഘോഷിക്കുകയാണ്, വിശുദ്ധ സിസിലിയ. ഈ ഒരു വിശുദ്ധയുടെ ജീവിതത്തിലൂടെ 2-ാം നൂറ്റാണ്ടിൽ ജീവിച്ചിരുന്ന ഈ ഒരു വിശുദ്ധ ക്രൈസ്തവ സമൂഹത്തിനും ക്രൈസ്തവ മതത്തിനെതിരായിട്ടും ശക്തമായ മതപീഡനങ്ങൾ ഉണ്ടായിരുന്ന സമയത്ത് ക്രിസ്തുവിൻ്റെ സ്വന്തമായി മാറുകയും ക്രിസ്തുവിനെ പ്രഘോഷിക്കുകയും ക്രിസ്തുവിനെ സ്വതന്ത്രമായി സ്തുതിച്ച് ആരാധിക്കുകയും ഗാനങ്ങൾ ആലപിച്ചൊക്കെ ദൈവത്തെ മഹത്വപ്പെടുത്തുകയൊക്കെ ചെയ്തൊരു വിശുദ്ധ. ഈ ഒരു വിശുദ്ധയുടെ ജീവിതത്തിൽ ക്രിസ്തുവിന് വേണ്ടി ജീവിക്കുക എന്നത് ഒരു വലിയ അഭിമാനമുള്ള കാര്യമാണ്. അതിനേക്കാളും വലിയ സന്തോഷമായിരുന്നു ക്രിസ്തുവിന് വേണ്ടി ഒരു രക്തസാക്ഷിണിയാകുക എന്നുള്ളത്. വലേറിയൻ എന്ന് പറയുന്ന വ്യക്തിയുമായിട്ട് തൻ്റെ ആഗ്രഹത്തിന് വിപരീതമായിട്ട് വിവാഹത്തിൽ ഏർപ്പെടേണ്ടതായിട്ടൊക്കെ വരുന്നുണ്ട്. പക്ഷെ എന്നാലും തനിക്ക് ലഭിച്ച ആ കന്യകാത്വം അത് കാത്തു സൂക്ഷിച്ചുകൊണ്ട് കന്യകയായി, അതുപോലെ തന്നെ തൻ്റെ ഭർത്താവായ വലേറിയനെയും വിശുദ്ധനാക്കി മാറ്റുവാനായിട്ട്, വിശുദ്ധിയിലേക്ക് വളർത്തുവാനായിട്ട് അക്ഷീണം പരിശ്രമിച്ച ഒരു വിശുദ്ധയാണ്. വിശുദ്ധ സിസിലിയയെക്കുറിച്ച് പറയുന്നത് സംഗീതജ്ഞരുടെയും ദേവാലയ സംഗീതത്തിൻ്റെയൊക്കെ മധ്യസ്ഥയാണ്. പള്ളികളിൽ പാട്ട് പാടുന്നവരൊക്കെ ഈ ഒരു വിശുദ്ധയുടെ മാധ്യസ്ഥം തേടിയാണ് പ്രത്യേകം പ്രാർത്ഥിക്കേണ്ടത്. ഈ വിശുദ്ധയെക്കുറിച്ച് പറയുന്നത് ക്രിസ്തുവിന് വേണ്ടി ജീവിക്കുന്നു എന്നറിഞ്ഞുകൊണ്ട് ഈ വിശുദ്ധയെ ശ്വാസം മുട്ടിച്ച് കൊല്ലാൻ വേണ്ടി ഒരു മുറിയിലേക്ക് അടച്ചു. ശ്വാസം കിട്ടാതെ മരിക്കുന്ന ഒരു മുറിക്കകത്തോട് കയറ്റിയിട്ട് കഴിഞ്ഞപ്പോൾ കുറച്ച് ദിവസങ്ങൾക്ക് ശേഷം തുറന്നു കഴിഞ്ഞപ്പോൾ എല്ലാ സംഗീത ഉപകരണങ്ങളോടും കൂടി ദൈവത്തെ സ്തുതിക്കുകയും ദൈവത്തെ ആരാധിക്കുകയും ചെയ്യുന്ന വിശുദ്ധ സിസിലിയാണ് അവർക്ക് കാണാൻ കഴിഞ്ഞത്. കൂട്ടത്തിൽ ഒരു മാലാഖയും കാണാൻ പറ്റും. മുഖം വളരെ പ്രശോഭിതമായ ഒരു മാലാഖയും ഈ ഒരു വിശുദ്ധയുടെ മുഖവും അതുപോലെ തേജസ്സോടെ ആയിരുന്നത് അവർക്ക് കാണാൻ കഴിഞ്ഞുവെന്ന് വിശുദ്ധ സിസിലിയയെക്കുറിച്ച് പറയുന്ന കാര്യമാണ്. ഇന്ന് ഈ വിശുദ്ധയുടെ തിരുനാൾ ആഘോഷിക്കുമ്പോൾ നമുക്കും പ്രാർത്ഥിക്കാവുന്ന കാര്യം, വിശുദ്ധ സിസിലിയയുടെ ജീവിതത്തിൽ നിറഞ്ഞിരുന്ന അതേ ചൈതന്യം, ആ ഒരു ചൈതന്യത്തോടെ നമ്മളും ദൈവത്തെ ആരാധിക്കാനും മഹത്വപ്പെടുത്താനും നമുക്ക് സാധിക്കണം. വീണ്ടും നമ്മൾ വായിച്ചു കേട്ട സുവിശേഷത്തിൽ നമ്മൾ കാണുന്നത് ഈശോ 2 ദേവാലയത്തെക്കുറിച്ചാണ് പറയുക. ഈശോ കല്ലുകൊണ്ടും മണ്ണും കൊണ്ടും ഉണ്ടാക്കിയ ദേവാലയത്തെക്കുറിച്ചും ശരീരമാകുന്ന ദേവാലയത്തെക്കുറിച്ചും ഈശോ പഠിപ്പിക്കുന്നുണ്ട്. ഇന്ന് വായിച്ചു കേട്ട ലൂക്കായുടെ സുവിശേഷം 19-ാം അധ്യായത്തിൽ നമ്മൾ കാണുന്നത് ഈശോ പറയുന്നത്, ഈശോ ജെറുസലേം ദേവാലയത്തിൽ വരുന്ന സമയത്ത് ഈശോയുടെ കാണുന്നത് ഒത്തിരിയേറെ ആളുകൾ അവരെ കച്ചവടത്തിനായിട്ടിരിക്കുന്നത് അവിടെ കാണുക. അപ്പോൾ ഈശോ പറയുന്ന വാക്കുകൾ ശ്രദ്ധിച്ചു കഴിഞ്ഞാൽ മനസ്സിലാകും, എൻ്റെ ആലയം പ്രാർത്ഥനാലയം എന്നെഴുതപ്പെട്ടിരിക്കുന്നു, നിങ്ങളോ അതിനെ കവർച്ചക്കാരുടെ ഗുഹയാക്കി മാറ്റിയിരിക്കുന്നു. ദൈവത്തിൻ്റെ ആലയമാണ്. അത്രമാത്രം പരിശുദ്ധിയോടെ കാത്തു സൂക്ഷിക്കേണ്ട ആ ഒരു ദേവാലയത്തിൻ്റെ പരിശുദ്ധി നഷ്ടപ്പെടുത്തി കളയുന്ന ആ പ്രത്യേകതകളൊക്കെയാണ് അവിടെ കണ്ടുമുട്ടിയത്. അത് ഒരു രീതിയിലും ഈശോയ്ക്ക് താങ്ങാൻ പറ്റുന്നതായിരുന്നില്ല. യാതൊരു രീതിയിലുള്ളൊരു കോംപ്രമൈസിന് തയ്യാറാകാതെയാണ് ഈശോ ഇപ്രകാരം അവരെ അവിടെ നിന്ന് ഓടിച്ചു വിടുക. നമുക്കറിയാം, ഒരു കച്ചവടത്തിലൂടെ നമ്മളൊക്കെ കച്ചവടം ചെയ്യുമ്പോൾ നമ്മൾ ഏറ്റവും കൂടുതൽ ആഗ്രഹിക്കുന്ന കാര്യം എന്നാണ്, എനിക്ക് ലാഭം കിട്ടണം, എനിക്ക് എന്ത് കിട്ടും എന്നുള്ളൊരു മനോഭാവവും ഒരു ചിന്തയുമാണ് നമ്മളെ ബിസിനസ്സിലേക്ക് നയിക്കുക. അതേ സമയത്ത് ആരാധനയ്ക്കായിട്ട് ദൈവത്തിൻ്റെ മുമ്പിൽ നമ്മൾ അണയുമ്പോൾ നമുക്ക് എന്ത് കിട്ടും എന്നുള്ള പ്രതീക്ഷയോടെയല്ല, മറിച്ച്
നമുക്ക് നമ്മളെ തന്നെ പൂർണ്ണമായി സമർപ്പിക്കാൻ പറ്റുമോ? നമുക്ക് നമ്മെ തന്നെ പൂർണ്ണമായി കൊടുക്കാൻ പറ്റുമോ? അതാണ് നമ്മുടെ ആരാധനയുടെ മനോഭാവം. അല്ലെങ്കിൽ നമ്മളവിടെ ദൈവവുമായിട്ടൊരു ബിസിനസ് നടത്തി ഒരു കച്ചവട മനോഭാവമല്ല, മറിച്ച് ആരാധനയുടെ മനോഭാവം എന്ന് പറയുന്നത് നമ്മെ തന്നെ ദൈവത്തിൻ്റെ കരങ്ങളിലേക്ക് പൂർണ്ണമായി കൊടുത്തുകൊണ്ട് കർത്താവെ ഞാനിതാ സമർപ്പിക്കുന്നു. കാഴ്ചവെപ്പിൻ്റെ സമർപ്പണത്തിൻ്റെ സമയത്തൊക്കെ നമ്മൾ പാടുകയും പ്രാർത്ഥിക്കുകയും ചെയ്യുന്ന കാര്യമാണ്, നാഥാ സമർപ്പിക്കുന്നു, എന്നെ മുഴുവനായി സമർപ്പിക്കുന്നു. ഇങ്ങോട്ട് കിട്ടുന്ന കാര്യത്തെക്കുറിച്ചല്ല, അങ്ങോട്ട് കൊടുക്കുന്ന കാര്യത്തെക്കുറിച്ചാണ്. എനിക്കെന്ത് ചെയ്യാൻ പറ്റും, എൻ്റെ ദൈവത്തിന് വേണ്ടി എന്ത് ചെയ്യാൻ പറ്റും, ആ ഒരു വലിയ ചിന്ത എൻ്റെ ഉള്ളിൽ നിറയുമ്പോൾ എൻ്റെ ജീവിതം പോലെ ഒരു വലിയ ആരാധനയായിട്ട് മാറും. പലപ്പോഴും നമ്മുടെയൊക്കെ വിശ്വാസ ജീവിതത്തെയും ആത്മീയ ജീവിതത്തെയൊക്കെ പരിശോധിച്ച് കഴിഞ്ഞാൽ നമുക്ക് കിട്ടാനുള്ള കാര്യങ്ങൾ എങ്ങനെയും മേടിച്ചെടുക്കാൻ വേണ്ടിയുള്ളൊരു ഉപാധിയായിട്ട് നമ്മുടെ പ്രാർത്ഥനയും ആത്മീയ ജീവിതത്തെയൊക്കെ കാണാറുണ്ട്. കർത്താവിൻ്റെ കരങ്ങളിലേക്ക് നമ്മെ തന്നെ പൂർണ്ണമായിട്ട് കൊടുക്കാൻ പറ്റുമ്പോൾ അതുതന്നെയാണ് യഥാർത്ഥ ആരാധനയായിട്ട് മാറുക. വിശുദ്ധ ഫൗസ്റ്റീന ഒത്തിരിയേറെ ദൈവകരുണയുടെ അനുഭവങ്ങൾ ഈ വിശുദ്ധയുടെ ജീവിതത്തിൽ ലഭിച്ചിട്ടുണ്ട്. ഈശോയുടെ ദൈവത്തിൻ്റെ കരുണയെക്കുറിച്ചുള്ള വലിയ വെളിപ്പെടുത്തലുകളൊക്കെ ലഭിച്ച വ്യക്തിയാണ്. ഈ ഒരു വിശുദ്ധയുടെ ജീവിതത്തിൽ ഏറ്റവും കൂടുതൽ വിശുദ്ധയ്ക്ക് ഉണ്ടായിരുന്ന സ്നേഹം ഉണ്ടായിരുന്നത് കരുണയുടെ കൂദാശകളായ വിശുദ്ധ കുർബാനയോടും കുമ്പസാരത്തോടുമാണ്. ഓരോ വിശുദ്ധ കുർബാനയിലും പങ്കെടുക്കുമ്പോഴും ഈ വിശുദ്ധയുടെ ജീവിതത്തിൽ കർത്താവെ എന്നെ മുഴുവനായി നീ എടുക്കണം, ഈ ലോകത്തിൽ വേറെ ആരും സ്നേഹിച്ചിട്ടില്ലാത്തതുപോലെ നിന്നെ സ്നേഹിക്കാൻ കൃപ തരണം. നമ്മൾ അത് ആ ഒരു വിശുദ്ധയുടെ ജീവചരിത്രം പരിശോധിക്കുമ്പോഴും വിശുദ്ധ ഫൗസ്റ്റീനയുടെ ഡയറി കുറിപ്പുകളൊക്കെ നമ്മൾ വായിക്കുമ്പോഴും മനസ്സിലാകുന്നത് ഇങ്ങോട്ട് കിട്ടാൻ വേണ്ടിയുള്ളതല്ല, മറിച്ച് പൂർണ്ണമായിട്ടും കൊടുക്കാനായിട്ടുള്ള ഒരു വലിയ മനസ്സ്. പ്രിയപ്പെട്ടവരെ, ഇന്ന് ഈ വചനഭാഗത്തിലൂടെ ഈശോ രണ്ട് ദേവാലയങ്ങളെക്കുറിച്ചാണ് നമ്മളെ പഠിപ്പിക്കുക. ഒന്ന്, കല്ലും മണ്ണും കൊണ്ടൊക്കെ നമ്മൾ ഉണ്ടാക്കിയെടുക്കുന്ന ഒരു പ്രത്യേക സ്ട്രക്ചറുണ്ട്. നമുക്കിഷ്ടംപോലെ ദേവാലയങ്ങളുണ്ട് നമ്മുടെ നാട്ടിൽ. ദൈവത്തിന് നന്ദി പറയും. ഓരോ ദേവാലയത്തിൻ്റെയും പ്രത്യേകത എല്ലാ ദൈവജനത്തെയും ഒരുമിച്ച് കൂട്ടുവാനും ഒരുമിച്ച് വന്ന് ദൈവത്തെ ആരാധിക്കുന്ന ഒരു ആരാധന കേന്ദ്രമായിട്ടാണ് മാറുക. അതിൻ്റേതായിട്ടുള്ള പരിശുദ്ധിയുണ്ട്. ഈശോ പറഞ്ഞിട്ടുണ്ട്, 2-3 പേർ എൻ്റെ നാമത്തിൽ ഒരുമിച്ച് കൂടുമ്പോൾ അവരുടെ മധ്യേ ഞാനുണ്ടാകും. ഒരു വലിയ ഒരു സമൂഹമായി ആരാധിക്കുന്നവരുടെ സമൂഹമായി ഒരുമിച്ച് വന്ന് ദൈവത്തെ ആരാധിക്കുമ്പോൾ ദൈവിക സാന്നിധ്യം അവിടെ അനുഭവിക്കാൻ പറ്റും. പ്രിയപ്പെട്ടവരെ, ആ ഒരു ദേവാലയത്തെയും ദേവാലയത്തിൻ്റെ പരിശുദ്ധിയെയും കാത്തു സൂക്ഷിക്കാനായിട്ട് പരിശ്രമിക്കും. രണ്ടാമതായിട്ട് നമ്മുടെ ശരീരമാകുന്ന ദേവാലയത്തെ ഈശോ ഇത്രമാത്രം പറയാൻ കാരണം, ഈശോ മറ്റു സമാന്തര സുവിശേഷങ്ങളിൽ നമ്മൾ കാണുന്നത് ശരീരമാകുന്ന ദേവാലയത്തെക്കുറിച്ചും പറയുന്നുണ്ട്. അത് ശിഷ്യന്മാർക്ക് മനസ്സിലാക്കുന്നത് ഈശോയുടെ ഉത്ഥാനത്തിന് ശേഷമാണ്. ഈ ഒരു ആലയം നശിപ്പിക്കുക 3 ദിവസം കൊണ്ട് ഞാൻ പുനരുദ്ധരിക്കുമെന്ന് പറഞ്ഞപ്പോൾ ഈശോ പറഞ്ഞത് ഈശോയുടെ ശരീരത്തെക്കുറിച്ചാണ്. അത്രമാത്രം പ്രാധാന്യം കൽപ്പിക്കുന്ന ഒരു കാര്യമാണ് നമ്മുടെ ഓരോരുത്തരുടെയും ശരീരം എന്നുള്ളത്. അത്രമാത്രം വിശുദ്ധിയോടെ നമ്മൾ കാത്തു സൂക്ഷിക്കണം. പലപ്പോഴും നമ്മുടെയൊക്കെ ശരീരത്തെയൊക്കെ പലപ്പോഴും നമ്മൾ അവഗണിക്കുകയും അതിനൊക്കെ വേണ്ടത്ര പരിഗണന കൊടുക്കാതിരിക്കുകയൊക്കെ ചെയ്യുന്നൊരവസ്ഥയുണ്ട്. ഈശോ പഠിപ്പിച്ച ഏറ്റവും പ്രധാനപ്പെട്ട കൽപ്പനകളിൽ നമ്മൾ കാണുന്നത് നിന്റെ ദൈവമായ കർത്താവിനെ പൂർണ്ണ ഹൃദയത്തോടെ, പൂർണ്ണ മനസ്സോടെ, പൂർണ്ണാത്മാവോടെ, പൂർണ്ണ ശക്തിയോടെ നീ സ്നേഹിക്കുക. രണ്ടാമതായിട്ട് പറഞ്ഞത് നിന്നെപ്പോലെ നിൻ്റെ അയൽക്കാരനെ സ്നേഹിക്കുക. അപ്പോൾ നിന്നെപ്പോലെ നിൻ്റെ അയൽക്കാരനെ സ്നേഹിക്കുക എന്ന് പറയുമ്പോൾ നിന്നെ നീ സ്നേഹിക്കേണ്ടതായിട്ടുണ്ട്. അത്രമാത്രം ആ ഒരു പരിഗണനയും സ്നേഹവും കരുതലും ഒരു പരിചരണമൊക്കെ നമ്മൾ നമ്മുടെ ജീവിതത്തിൽ ശരീരത്തിന് കൊടുക്കേണ്ടതാണ്. അത്രമാത്രം വിശുദ്ധിയോടെ നമ്മുടെ കല്ലും മണ്ണും കൊണ്ടുണ്ടാക്കിയ ദേവാലയത്തിന് കൊടുക്കുന്നതിനേക്കാളും ഉപരിയായിട്ട് ശരീരമാകുന്ന ദേവാലയത്തിന് നമ്മൾ പ്രാധാന്യം കൊടുക്കണമെന്നും പരിശുദ്ധാത്മാവിൻ്റെ ആലയങ്ങളാണെന്നുള്ള വലിയ ബോധ്യത്തോടുകൂടെ മുന്നോട്ട് പോകണമെന്നുള്ള കാര്യമാണ് ഈശോ പഠിപ്പിക്കുക. പ്രിയപ്പെട്ടവരെ, ഈ ഒരു വലിയ അവബോധം നമ്മളിൽ നിറയുവാനും നമ്മുടെ ജീവിതത്തെയും നമ്മുടെ ആരാധനയും ഒക്കെ ദൈവത്തിൻ്റെ കരങ്ങളിലേക്ക് പൂർണ്ണമായി സമർപ്പിച്ച കർത്താവെ, നീ ആഗ്രഹിക്കുന്നത് പോലെ ഞങ്ങളുടെ ജീവിതങ്ങളെ ക്രമീകരിക്കുവാനും മനസ്സ് തുറന്ന് കീർത്തനങ്ങളാലും ദൈവവചനത്താലും സ്തുതികളാലും കർത്താവ് നിന്നെ ആരാധിക്കുവാനായിട്ടുള്ള വലിയ കൃപ തരണമേ എന്ന് നമുക്ക് പ്രത്യേകം ഈ പരിശുദ്ധ കുർബാനയിൽ പ്രാർത്ഥിക്കാം. ദൈവം നമ്മളെല്ലാവരെയും സമർത്ഥമായി അനുഗ്രഹിക്കട്ടെ. ആമേൻ.